8/6/2024 PSC നടത്തിയ, അതായത് കഴിഞ്ഞ ശനിയാഴ്ച PSC നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി എന്ന പറയുന്ന പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കതിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, they did not come dash the meeting was half over. ഇവിടെ PSC നൽകിയിരിക്കുന്ന ആൻസർ അണ്ടിലാണ്. ആൻസർ കീ കറക്റ്റ് ആണ്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് മീറ്റിംഗ് പകുതി ആകുന്നിടം വരെയും അവർ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ വന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത, ഹി സ്റ്റിൽ ഡാഷ് ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് സ്കൂൾ മേറ്റ്സ്. ഇത് അവൻ്റെ ശീലമാണ്, അവൻ പൊതുവേ ചെയ്യുന്ന കാര്യമാണ്. സോ അത് സിമ്പിൾ പ്രസന്റിലാണ് പറയേണ്ടത്. ഇതിനകത്ത് വന്നിരിക്കുന്ന സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നതാണ് കീപ്സ് ആണ്. ഇതാണ് PSC ആൻസർ കീ ആയി കൊടുത്തിരിക്കുന്നത്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത, വി ഡാഷ് ഓഫ് കോഫി സോ വി അഡ്ജസ്റ്റഡ് വിത്ത് ടീ. അപ്പോൾ അതായത് ഇവിടെ കോഫി തീർന്നു പോയെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാര്യം തീർന്നു പോകുന്നത് നമ്മൾ എന്താ വിളിക്കുന്നത്, റൺ ഔട്ട് എന്നാണ്. അപ്പോൾ റൺ ഔട്ടാണ് PSC ആൻസർ കീയിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരവും അല്ലാതെയും സി തന്നെയാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ. മേക്കപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഫാബ്രിക്കേറ്റ് എന്നാണ് അർത്ഥം. മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്, ബ്രേക്ക് ഔട്ട്, പൊട്ടിപ്പുറപ്പെടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്തത്, ഡാഷ് യു മൈൻഡ് വെയിറ്റിംഗ് ഹിയർ ടിൽ ഐ റിട്ടേൺ. ഇത് എന്താണ്, വുഡ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. PSC വുഡ് ആണ് ആൻസറായി കൊടുത്തിരിക്കുന്നത്. വുഡ് യു മൈൻഡ്, അല്ലെങ്കിൽ ഡോണ്ട് യു മൈൻഡ്, അല്ലെങ്കിൽ ഡു യു മൈൻഡ്, പിന്നെ ING ഫോം ആണ് വരേണ്ടത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വുഡ് ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് എന്താണ്, ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത് പലപ്പോഴും PSC ചോദിക്കുന്നതാണ്. യൂറോപ്യൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ആദ്യത്തെ അക്ഷരം നോക്കുകയാണെങ്കിൽ നമുക്കിത് വവലാണ്. അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ആൻ എഴുതാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടുത്തെ ഉച്ചാരണമാണ് നോക്കേണ്ടത്. അങ്ങനെ യു എന്ന് പറയുമ്പോൾ അത് കൺസണന്റിന്റെ സൗണ്ട് ആണ്. അങ്ങനെ A ആണ് വരേണ്ടത്. PSCയുടെ ആൻസർ കീ A ആണ് കൊടുത്തിരിക്കുന്നത്. A ആണ് കറക്റ്റ് ആൻസർ. അടുത്ത, എസ്റ്റർഡേ ഷാരോൺ ഡാഷ് ദ സ്റ്റേഷൻ ടു മീറ്റ് അനു. നമുക്കറിയാം ഇത് ടെൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടുത്തെ ടൈമിംഗ് വേർഡ് എസ്റ്റർഡേ ആണ്. എസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആണ്. ഈ തന്നിരിക്കുന്ന സിമ്പിൾ പാസ്റ്റ് ഏതാണ്, വെന്റ് ആണ്. ഇതാണ് PSC ആൻസർ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ. അപ്പോൾ വെന്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത, മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് October 28. ഇവിടെ October 28 എന്ന് പറയുമ്പോൾ ഇതെന്താണ്, ഡേ ആണ്. ഡേയുടെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൺ ആണ് ചേർക്കേണ്ടത്. ഓക്കെ, ഓൺ. ഇവിടെ കറക്റ്റ് ആൻസർ ഓൺ ആണ്. ഒക്ടോബർ എന്ന് കാണുമ്പോൾ നമ്മൾ ഇന്ന് എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, മാസത്തിന് ശേഷം ഇതുപോലെ ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓണേ എഴുതാവും. ഈ ഡേറ്റ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് എഴുതാമായിരുന്നു. ഇതാണ് PSC കൊടുത്തിരിക്കുന്ന ആൻസർ കീ. അപ്പോൾ നമ്മുടെ ആൻസറും ഇത് തന്നെയാണ്. ഓൺ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ മീനിങ് ഓഫ് ദ വേർഡ് ഗാരുലസ്. ഗാരുലസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താണ്, ടോക്കേറ്റീവ് എന്നാണ്, സംസാരിക്കുന്ന. ഇതാണ് PSC ആൻസർ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ, സി എന്ന് പറയുന്ന ഓപ്ഷൻ. നെയ്തർ ഓഫ് എസ് ഡാഷ് സീസ്. നമ്മൾ മനസ്സിലാക്കേണ്ട, നെയ്തർ ഓഫ് എസ് വെച്ച് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. നെയ്തർ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്, രണ്ട് പേരെ സൂചിപ്പിക്കുന്നതാണ് നെയ്തർ. പക്ഷേ നെയ്തർ ഏതറും അത് തന്നെയാണ്. പക്ഷെ ഇവർ വന്നു കഴിഞ്ഞാൽ അത് നെയ്തറിൽ തുടങ്ങുകയും ഏതറിൽ തുടങ്ങുകയും ചെയ്താൽ അത് നമ്മൾ എന്തായിട്ട് എടുക്കത്തുള്ളൂ, സിംഗുലർ ആയിട്ട് എടുക്കത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ലൈക്സ് ആണ് വരേണ്ടത്. അതാണ് PSC ആൻസറായി കൊടുത്തിരിക്കുന്നത്. ഇതാണ് PSCയുടെ ആൻസർ കീ. ഓക്കെ, ആൻസർ കീയിലെ ആൻസർ ഇത് തന്നെയാണ്. അടുത്ത, കോൾട്ട് ഈസ് ദ യങ്ങർ വൺ ഓഫ്. എന്താണ്, ഹോഴ്സ് ആണ്. PSC കൊടുത്തിരിക്കുന്ന ആൻസറും ഇത് തന്നെയാണ്. ഹോഴ്സ് ആണ് കറക്റ്റ് ആൻസർ. അലിഗേറ്ററിന്റെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ചീങ്കണ്ണി അല്ലേ, അലിഗേറ്റർ. അലിഗേറ്ററിന്റെ യങ് എന്താണ്, ഹാച്ച്ലിംഗ് ആണ്. അതാണ് ഹാച്ച്ലിംഗ്. ടൈഗറിന്റെയും ലയണിന്റെ എന്താണ്, നമുക്ക് കബ് എന്ന് പറയാം. അതാണ് കബ്. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം. എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848697278 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന പരീക്ഷയിൽ ചോദിച്ചിരുന്നത്. ഈ രീതിയിലാണ് PSC ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്, ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാണ് ആൻസർ. അതിനകത്ത് നമുക്ക് ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ആൻസർ കീയോ അല്ല ആൻസറോ അല്ലെങ്കിൽ തെറ്റായിട്ട് വന്നിരിക്കുന്ന ആൻസറോ ഇല്ല. വളരെ കൃത്യമായിട്ട് PSC
ഈ ചോദ്യങ്ങളും വളരെ കൃത്യമായിട്ട് കൊടുത്തു. ഈ ചോദ്യങ്ങളൊരു മിസ്റ്റേക്കോ ഒന്നും വന്നിട്ടില്ല. അതുപോലെ ഓപ്ഷനിൽ മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടില്ല. ഈയിടെയായിട്ട് PSCയുടെ ചോദ്യങ്ങളിലും അതുപോലെ തന്നെ ഓപ്ഷൻസിലും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു തെറ്റ് കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പറയുന്ന ചോദ്യപേപ്പറിൽ അങ്ങനെ ഒരു തെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ പ്രൂഫ് റീഡിംഗ് ഒക്കെ വരുത്തിയാണ് PSC പറയുന്ന ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് വ്യക്തമാണ്. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസുമായിരുന്നു. ആവറേജ് ആയിട്ട് പഠിക്കുന്നവർക്ക് പോലും ഇതിൽ നിന്നൊരു 6 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ പഠിക്കുന്നവർക്ക് ഫുൾ മാർക്കും വാങ്ങിക്കാവുന്നതാണ്. ഓൾറെഡി PSC നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ച അതേ ചോദ്യങ്ങൾക്ക് തന്നെയാണ് ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വർക്കൗട്ട് ചെയ്ത് പഠിക്കുന്നതായിരിക്കും തോന്നുന്നു. പിന്നെ സിനോണിംസും ആന്റണിംസും ഒക്കെ നമുക്ക് ഈ NCERT അതുപോലെ SCERT പോലുള്ള ബുക്കുകളിൽ നമുക്ക് നോക്കേണ്ടി വരും. പക്ഷേ ഇവിടെ അങ്ങൊരു ചോദ്യം ഉണ്ടായിരുന്നില്ല. ഈ ഗൊറില്ലസ് എന്ന് പറയുന്ന ചോദ്യമൊക്കെ PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഇനി നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട്. ആ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.